മഹാദേവന് വഴിപാട് നേർന്നതിന്റെ പ്രസാദമാണ്. എന്റെ മോന് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും 100 പിറന്നാൾ ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സാധാരണ മക്കളുടെ ജന്മദിനം ഓർത്ത് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തേണ്ടത് അമ്മമാരാ. എന്റെ അമ്മയ്ക്ക് ഭാനുമേ ഈ ദിവസം പോലും ഓർമ്മയില്ല. തുടങ്ങിക്കോടാ, ഇനി എന്നെ കുറ്റം പറയാൻ തുടങ്ങിക്കോ. അതിനൊരു കാരണം ഈ തള്ള കൊണ്ടുവന്ന് തന്നല്ലോ. അയ്യോ അമ്മേ, ഞാനൊരു തമാശ പറഞ്ഞതാ. അതിനമ്മ ഭാനുമ്മയുടെ മെക്കിട്ട് പാഞ്ഞു കയറാൻ വരണ്ട. ഇതൊക്കെ ഇവർക്ക് ഈ വീട്ടിലോട്ട് നുഴഞ്ഞു കയറാനുള്ള പുതിയ അടവാടാ. എങ്ങനെയെങ്കിലും ഇവിടോട്ട് കയറി പറ്റാനേ ഇതുപോലെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരും. അതെ, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇവിടെ പഴയ സ്ഥാനം കിട്ടാൻ പോകുന്നില്ല ഭാനുവമ്മേ. അയ്യോ, എനിക്ക് ഒരു സ്ഥാനവും വേണ്ട സുശീലേ. നീ ഇനി എന്നോട് ഇവിടെ കയറരുതെന്ന് പറഞ്ഞാലും നിന്റെ മക്കളുടെ ജന്മദിനം ഓർത്തു വെച്ച് ഞാൻ ഇവിടെ വന്ന് അവരെ കാണും. അതെ, ഭാനു അമ്മയ്ക്ക് ജീവനുള്ളിടത്തോളം വന്നിരിക്കും. എന്നത് നിൽക്കുന്നോ അന്ന് കരുതിക്കോ ഭാനു അമ്മ ഈ ലോകത്തുനിന്ന് പോയിന്ന്. എന്നാ ശരി സത്യ, ഭാനുമ്മ ഇറങ്ങുക. അല്ല ഭാനുമേ, ഭാനുമ്മ ഇന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇന്ന് എന്റെ പിറന്നാൾ ഓർമ്മിപ്പിക്കാൻ വന്നിട്ട് ഭാനുമ്മ മധുരം കഴിക്കാതെ പോകാനോ? അതൊന്നും പറ്റില്ല. അമ്മേ, ഉച്ചയ്ക്ക് ഞാൻ സദ്യ ഓർഡർ ചെയ്യും. ഭാനുമ്മ ഇന്ന് എന്റെ പിറന്നാൾ സദ്യ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അമ്മയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഓ, എനിക്കെന്ത് വിരോധം? നിന്റെ പിറന്നാൾ നിന്റെ സദ്യ, ആര് വേണമെങ്കിലും ഉണ്ടോട്ടെ. എന്നെ കുത്താൻ വരാതിരുന്നാ മതി. സത്യേട്ടാ, നമുക്ക് ഈ പെരുന്നാള് ഒരു കേക്ക് മുറിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള സത്യേട്ടന്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ? എന്റെ അച്ഛനെ അമ്മയെ കൂടി ക്ഷണിക്കാം. ഓ, ഇനി ബർത്ത്ഡേ ആഘോഷിക്കാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തികഞ്ഞിട്ടുണ്ട്. അമ്മേ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? അതൊരു സന്തോഷമല്ലേ? പിന്നെ പ്രതിഭയുടെ ഒരു ആഗ്രഹം കൂടിയല്ലേ. അവരാഘോഷിക്കട്ടെ അമ്മേ, നമുക്കും കൂടാം. അങ്ങനെയെങ്കിലും ഈ വീടൊന്ന് ഉണരട്ടെ. ഓ, ആയിക്കോ ആയിക്കോ, ഞാൻ ഒന്നിനും ഒരു തടസ്സവും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോ. നീ നിന്റെ അച്ഛനെയും അമ്മയും ക്ഷണിച്ചോ പ്രതിഭയെ? സദ്യയും കേക്കും ഒക്കെ ഞാൻ ബുക്ക് ചെയ്തോളാം. ഭാനുമേ, നിങ്ങളിവിടെ ഉണ്ടാവണം. ശരി ഇന്ദിര. അയ്യോ, അങ്ങനെ ഭാനുമ്മ കാരണം ഈ കുടുംബത്തിന് ഒരു ഓളം ഉണ്ടാവാൻ പോവാ. താങ്ക്സ് ഭാനുമ്മേ.